ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലൗസ് ഡിസൈൻ നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. അതിൽ കുറച്ചധികം സിൽവറിൻ്റെ ലൈൻസൊക്കെ വരുന്ന തരത്തിലാണ് ആ ഒരു സാരി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പേസ്റ്റലിൻ്റെ ഷെയ്ഡിൽ തന്നെ ഗ്രീൻ പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാരിക്ക് മാച്ചായിട്ടുള്ള ബീഡ്സൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സിൽവറും കുറച്ച് ഗ്രീനും ഒക്കെ മിക്സായി വന്നിട്ടുള്ളൊരു സീക്വൻസാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവർ ഷേപ്പിലുള്ള സീക്വൻസാണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മളിതുപോലെയുള്ള പേൾസ്, കുഞ്ഞു കുഞ്ഞു പേൾസ് എടുത്തിട്ടുണ്ട്. വൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് കേട്ടോ, ട്യൂബ്സായിട്ട് കുറച്ച് ലെങ്ത്തിലുള്ള ട്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആഷും വൈറ്റും കൂടെ മിക്സായിട്ട് വരുന്ന ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ സിൽവറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സാരിക്കാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതുപോലുള്ള ഫ്ലവറിൻ്റെ സീക്വൻസും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ഷെയ്ഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 2-2.25 ഇഞ്ചിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു വർക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലവർ സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പേളാണ് നമ്മൾ സെൻറ്റർ ബീഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് ബീഡിന് പകരം ഗ്രീനിൻ്റെ ഷെയ്ഡ് വേണമെങ്കിൽ വെച്ച് നോക്കാം. അപ്പോൾ ഏതാണ് നമ്മളുടെ കളർ കോമ്പിനേഷൻ ഇഷ്ടം തോന്നണതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി ചെയ്തെടുക്കാം കേട്ടോ. ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ റെഡ് സാരി ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് കോർത്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ താഴോട്ട് നീഡിൽ കോർത്തെടുത്തു. എന്നിട്ട് 2 പ്രാവശ്യം ഞാനിവിടെ തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ആ ഒരു ഫ്ലവർ സീക്വൻസിൻ്റെ ഹോളിൽ കൂടെ മേലേക്ക് നീഡിലെടുക്കുക, പേളിലൂടെ കോർക്കുക, വീണ്ടും താഴോട്ട് എടുക്കുക. അപ്പോൾ അത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരെണ്ണം കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ 3 വെച്ചിട്ടുള്ളൊരു ബഞ്ച് പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും 2 പ്രാവശ്യം നമ്മളിതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അത് ലൂസായി വരിക അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ 3 ഫ്ലവേഴ്സിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ട്യൂബ്സ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ 2 തവണ കോർത്തിട്ട് തന്നെയാണ് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഫ്ലവേഴ്സിന് പകരം നമുക്ക് 5 വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 2-2.25 ഇഞ്ചാണ് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ അടുപ്പിച്ച് വേണമെന്നുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്ലീവിൽ 4 വരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് വെറുതെ ജസ്റ്റ് നമ്മൾ നീഡിൽ കോർത്തെടുക്കുക, ഷുഗർ ബീഡ്സ് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് തുന്നി കൊടുക്കുക. ഇടയിലിടയിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് ലൂസായി ഇട്ട് പോരാനും അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നൂല് വിട്ട് പോരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ അതേ ഷുഗർ ബീഡ്സ് നമ്മളിതുപോലെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു ചുറ്റും കുറച്ചധികം പിന്നെ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതുപോലെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വീതിയിൽ ഇങ്ങനെ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് മേലേക്ക് കുറച്ച് കയറ്റി ഇങ്ങനെ കോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്കിലും ഇതുപോലെ ചെറിയൊരു വർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിൽവറിൻ്റെ പ്യുർ സിൽവർ ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ബോർഡർ വർക്ക് കൊടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്കെയിലിൽ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് 2 സൈഡിലേക്കും കോർത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫസ്റ്റ് കോർത്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് നീക്കിയിട്ട് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ടൊരു സിംഗിൾ ഷുഗർ ബീഡും കൂടെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെയാണ് നമ്മളിത് മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നെക്ക് മുഴുവനായിട്ട് നമ്മളിതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോർഷനും കൂടെ നമ്മളിതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഡിസ്റ്റൻസ് വ്യത്യാസം വരുത്തണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്ന ആ ഒരു ലുക്ക് തന്നെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഷുഗർ ബീഡ്സിന് പകരം നമുക്ക് ട്യൂബ്സ് വേണമെങ്കിൽ അതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. കാണാൻ നല്ല അടിപൊളിയാണ്. സാരിക്ക് നമുക്കിതുപോലെ മാച്ചിന് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കയറി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു വർക്കായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.